ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക, ചാനലൊന്ന് ഷെയർ ചെയ്യുക. നമ്മളിന്നൊരു യാത്ര പോവുകയാണേ. വളരെ നാളുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇന്ന് അവസരം വന്നൊരു യാത്രയാണ്. കൊല്ലത്തുള്ള സാമ്പ്രാണിക്കോടി ഐലൻഡ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പോയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ വായോ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇന്നത്തെ നമ്മുടെ യാത്ര ബസ്സിലാണ് കേട്ടോ. അല്ലെങ്കിലും ബസ്സിൽ പോകുന്നത് ഒരു പ്രത്യേക എൻജോയ്മെൻറ്റ് തന്നെയാണല്ലോ. നേരെ അടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം ഫാസ്റ്റ് കയറി നമ്മൾ കൊട്ടാരക്കര ഇറങ്ങി. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ അഞ്ചാലുമൂടേക്ക് പ്രൈവറ്റ് ബസ്സിനാണ് കയറിയത്. അഞ്ചാലുമൂടിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇനിയും പോകേണ്ടത് പ്രാക്കുളത്തേക്കാണ്. പ്രാക്കുളത്ത് പോകാനായിട്ട് നമുക്ക് ബസ് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടും കാണാതെ വന്നപ്പോൾ നമ്മൾ പിന്നെ ഒരു ഓട്ടോ പിടിച്ചു കേട്ടോ. ഓട്ടോയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കായലിൻ്റെ ഭാഗം കാണാൻ പറ്റുമേ. എൻ്റെ സൂപ്പർ എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഈ പുള്ളിക്കാരന് മനസ്സിലായി ഇത് ആദ്യമായിട്ട് കാണുന്ന ആരോ ആണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് നേരെ ഐലൻഡിൽ പോകുന്നതിനേക്കാളും ബെറ്റർ മണലിൽ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങുക. അവിടെ കുട്ടികൾക്കായുള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. കുറച്ച് സമയം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ കുറേ ദൂരം നിങ്ങൾക്ക് ബോട്ടിൽ സഞ്ചരിച്ചിട്ട് ഐലൻഡിൽ എത്താം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന്. പിന്നെ ഒന്നും തീരുമാനിച്ചില്ല, നേരെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങി. മണലിൽ ക്ഷേത്രം കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഗൈസ് മുന്നോട്ട് നടന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൽ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് ഗൈസ്. പിന്നെ എന്നിലെ നാഗവല്ലി ഉണർന്നു. അവിടുത്തെ എല്ലാ കളിപ്പാട്ടങ്ങളിലും പോയി കയറാമെന്ന് വെച്ച് ചാടി ചെന്നു. പക്ഷേ എല്ലാ കളിപ്പാട്ടത്തിലും കയറാൻ പറ്റത്തില്ല ഗൈസ്, ഏജ് ലിമിറ്റ് ഉണ്ട്. പാർക്കിലെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഭയങ്കര വിശപ്പ്. ഏകദേശം ഒരു 2-2:30 കാണും, സ്വാഭാവികം. നമ്മൾ നേരെ ബോട്ട് ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, നിങ്ങൾ ഫുഡ് കഴിക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അമ്പലത്തിൻ്റെ തന്നെ നേരെ എതിർവശത്തൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ പേര് വിട്ടുപോയി, പക്ഷേ കിഡിലം ഫുഡാണ്. നല്ല അടിപൊളി ചോറ്, തോരൻ, അവിയൽ, നല്ല കിഡിലം മീൻകറി, കൊഞ്ച് റോസ്റ്റ്, മീൻ പൊള്ളിച്ചത്, കപ്പ വേവിച്ചത്. അടിപൊളി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറി. ബോട്ടിൽ കയറാൻ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാറ് നല്ല സപ്പോർട്ടീവായിരുന്നു. പുള്ളി നന്നായിട്ട് സംസാരിച്ച് പേടിയൊക്കെ മാറ്റി. അവസാനം പിന്നീട് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കയറി ഞാനിരുന്നു. ആളുടെ പേരൊക്കെ പറഞ്ഞായിരുന്നു. ആൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ പേരൊക്കെ ഞാൻ വിട്ടുപോയി. അന്നേരം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടാണ്, പക്ഷെ അതൊക്കെ വിട്ടുപോയി. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഒരു കമ്പനി അടിച്ച് ഞങ്ങളെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കായലിലൂടെ ഇങ്ങനെ അടിപൊളി ഇങ്ങനെ എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. തൊണ്ണൂറ്റിയാറിലോ? അപ്പൊ കുറേ വർഷമായല്ലോ. ഇവിടെ തന്നെയാണോ അത്രയും വർഷം കൊണ്ട്? ഞങ്ങള് പന്തളം. വരുന്നോ അതല്ലേ? ഇതാണ് നമ്മുടെ ബോട്ടുകാർക്ക് പോകുന്നുള്ള വഴികാട്ടിയാണ്. ഇതെന്ന് ചാല് കാണിക്കുക. ഇപ്പൊ ബോട്ട് പോയില്ലേ, ഇതാ നമ്മളിപ്പോ നിൽക്കുന്ന ചാലിലാണ്. ആഴമുള്ള ഏരിയ കാണിക്കുക. രാത്രിയാകുമ്പോൾ ലൈറ്റ് കത്തിക്കണം. മറ്റേ അവിടെ ആഴം കുറവാണ്. ഇത് ആഴം കൂടുതലുള്ള ഏരിയ കാണിക്കുക. അവിടെ തന്നെ കടന്നു ആങ്കർ കിടക്കിയ സാധനം. ആഴം കൂടുതലാണ്. നമ്മളിപ്പോ നമ്മൾ നിൽക്കുന്നത് ആഴം കൂടുതല. അങ്ങോട്ട് മാറിയാലേ നമ്മളെ ഇടിക്ക് താഴെ ഉള്ളത്. അവിടെ നിൽക്കുന്നതാണ് ഇതാണ് സാമ്പ്രാണിക്കോടി. പണ്ട് ഇവിടെ മാത്രമേ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇപ്പൊ പിന്നീടാണ് ആ കൗണ്ടറും രണ്ടാമത് കൗണ്ടർ. ആ പള്ളിയില്ല, ആ പള്ളി എടുത്ത് ബൈപ്പാസ് വഴി വരുന്ന കൗണ്ടർ ഓപ്പൺ ചെയ്തു. എല്ലാവർക്കും ടിക്കറ്റ് ചാർജ് ഒന്ന് തന്നെയാണ്, 150 രൂപയാണ്. പക്ഷെ നമുക്ക് നമ്മളിപ്പോ 2ാം നമ്പർ കൗണ്ടറിൽ വരുമ്പോൾ നമുക്ക് അരമണിക്കൂർ അങ്ങോട്ട് ഇവിടെ 1 മണിക്കൂർ ബോട്ടിംഗ് ഇല്ല. ഇവിടെ ഇവരെ കൊണ്ടിറക്കും. അവിടെ ആളുടെ വേറെ വെച്ച് കൊണ്ടുവരും. അവർ ട്രിപ്പടിച്ചിരിക്കത്തുള്ളൂ ബോട്ട് നമ്പർ അനുസരിച്ച്. പക്ഷെ നമ്മൾ ഈ ബോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെ കൊണ്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് 45 മിനിറ്റ് അവിടെ സമയം തരും. മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മൾ കായലിലൂടെ ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ നിന്നിട്ടെന്നും ഇവിടെ വരുന്ന ആളുകളെ പറ്റിയും ഐലൻഡിനെ പറ്റിയും ബോട്ട് സർവീസിനെ പറ്റിയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹം ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്.
അന്നേരമാണ് അതിലൊരു ഹൗസ് ബോട്ട് പോയത് ഗൈസ്. JK ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിൽ നമ്മൾ നേരത്തെ കുട്ടനാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും കായലിൻ്റെ നടുക്ക് വെച്ച് കാണുന്നത് ഇതാദ്യമായിട്ടാണ് ഞാൻ. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ ബോട്ടിലെ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് ആ ബോട്ടിലുള്ളത്. അപ്പോൾ പിന്നെ നമ്മളോട് അവർ വർത്താനമൊക്കെ പറഞ്ഞു, അവരെ ഞങ്ങൾ പരിചയപ്പെടുത്തി. പോരാത്തതിന് ആ ഹൗസ് ബോട്ടിലെ ഫുഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് കപ്പയും ചിക്കനും മീൻകറിയൊക്കെ കൂടി ഒഴിച്ചിട്ട് നമുക്ക് തന്നു. ഞാൻ ചിക്കൻ കഴിക്കില്ലല്ലോ, അപ്പോൾ പിന്നെ മീൻകറിയുടെ ചാറ് പറ്റിയ കുറച്ച് കപ്പ ഞാനൊന്ന് ട്രൈ ചെയ്തു. ഒന്നാതെ വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു, എന്നാൽ പോലും നല്ല കിടിലൻ ഫുഡായിരുന്നു അത് കഴിച്ചത് നമുക്കിഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം നമ്മളെ സാമ്പ്രാണിക്കോടി ഐലൻഡിലെത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ പോരാൻ സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ബസ് കയറേണ്ട ഭാഗത്ത് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ തന്നിട്ട് ഞങ്ങൾ നേരെ ഐലൻഡിലേക്ക് എൻട്രി ചെയ്തു ഗൈസ്. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതാ വന്നിരിക്കുന്നു. നേരെ നമ്മളിനി സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക്. അവിടെ എത്തിയപ്പോഴോ ഫുൾ എൻജോയ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്. കാരണം വ്യത്യസ്ത തരത്തിലുള്ള ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അവരൊരു ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറേ അധികം ഫുഡ് ഐറ്റംസ് അവിടെയുണ്ട്. അച്ചാറുകൾ, പൈനാപ്പിള്, പിന്നെന്താണ് നമ്മുടെ ഏത്തയ്ക്കാപ്പം, അതുപോലെ നമ്മുടെ വട, ചായ, കല്ലുമ്മക്കായ, കക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ. കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയും കയ്യാട്ടി വിളിക്കും, വാ മോളെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ഇതിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റും. പിന്നെ അതിനകത്തിലുള്ളൊരു ഫ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മുട്ടിൻ്റെ അവിടെ വരെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് മാത്രം എൻ്റെ നെഞ്ചിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു, നല്ല നീളമായതുകൊണ്ടേ. അപ്പോൾ അത്യാവശ്യം നനഞ്ഞു, ഡ്രസ്സൊക്കെ നനഞ്ഞു. പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല, മാക്സിമം അത് എൻജോയ് ചെയ്തു. പിന്നെ ഇഷ്ടം പോലെ കണ്ടൽക്കാടുകളുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ചെറിയ മരങ്ങളായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ ചില്ലകളിലൊക്കെ കയറി ഇരുന്ന് പരമാവധി എൻജോയ് ചെയ്തു ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടുന്ന് വള്ളത്തിൽ പോകാമെങ്കിൽ കുറേ ദൂരം നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയൊക്കെ നമുക്കൊന്ന് യാത്ര ചെയ്യാമെന്ന്. എങ്കിൽ പിന്നെ അതുകൂടെ ട്രൈ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ നേരെ വള്ളത്തിലേക്ക് കയറി. പറഞ്ഞോ ചേട്ടാ, പറഞ്ഞോ നടന്നു വാ കല്ലിമേക്കൊക്കെ തരാൻ പോരട്ടെ. പ്രശ്നത്തിലൊക്കെ കല്ലിമേക്കൊക്കെ ഉണ്ട്. പോട്ടെ. അങ്ങനെ പിന്നീടുള്ള നമ്മുടെ യാത്ര വള്ളത്തിലൂടെ. അയ്യോ അതിലേ നമ്മൾ പോകും. ഒരുപാട് തവണ വെള്ളത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. വണ്ടർകുരുത്തിലെ വീഡിയോസിലും നമ്മൾ വെള്ളത്തിലൂടെ തന്നെയാണ് യാത്ര ചെയ്തത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഓരോ തവണയും നമ്മൾ എത്ര ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുമ്പം പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നൊരു കാര്യമുണ്ട്, ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അടങ്ങിയിരുന്ന് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ. വള്ളത്തിലിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും വാ വെക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ കൂകി വിളിക്കുന്നത് കണ്ടിട്ട് തൊട്ട് ഓപ്പോസിറ്റ് വന്ന വള്ളത്തിലുള്ളൊരു ഫാമിലി തിരിച്ച് കൂകി വിളിച്ചു. അങ്ങനെ പരസ്പരം പിന്നെ അവിടെ മത്സരമായിരുന്നു ഗായ്സ്. അവരിങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും ഭയങ്കര കൂക്കി വിളി. നോക്കി അവസാനം അവർ പരിചയപ്പെട്ടു, പേരൊക്കെ ചോദിച്ചു.
എടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ എൻ്റെ ചാനലൊക്കെ വാങ്ങിച്ച് അവർ സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷേ അവർ എന്നോട് ചോദിച്ച വീഡിയോസൊക്കെ എപ്പോൾ വരുമെന്ന് അവരോടൊരു ക്ഷമ പറയുകയാണ്. വീഡിയോസ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണേ. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ സൈലൻ്റായിട്ട് യാത്ര ചെയ്താൽ എന്ത് ഹരമാണല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടു. തിരിച്ച് നമ്മൾ വള്ളത്തിൽ നിന്ന് വന്ന് തിരികെ ഐലൻഡിൽ തന്നെ ഇറങ്ങിയപ്പോൾ ഈ ഫാമിലീസ് കൂടെ വന്ന് നിന്നിട്ട് എൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവർ കരുതി ഞാൻ അത്യാവശ്യം വലിയ യൂട്യൂബറൊക്കെയാണ്. ഒരു ദിവസം ആകുമല്ലോ അല്ലേ. ആണെങ്കിലും അല്ലെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടി ആ ഐലൻഡിലൊക്കെ നടന്നു. വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. നമ്മളെ അതിൽ കയറ്റി ബസ് കയറുന്ന ഭാഗത്താക്കി തന്നു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ചായക്കട. അവിടെ കയറി ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഒന്നുകൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഞങ്ങൾ വീണ്ടും നേരെ ബസ് കയറി വന്നതുപോലെ തന്നെ 3 ബസ്സോളം മാറി കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഈ യാത്ര? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇങ്ങനെയാണ് ഞാൻ പോയൊരു എക്സ്പീരിയൻസ്. നിങ്ങൾ ആരെങ്കിലും സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ ഷെയർ ചെയ്യണേ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് സന്തോഷം തോന്നിയെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കണം. വീഡിയോസ് വെറുതെ കണ്ടുപോകരുതേ. നിങ്ങളുടെ കമൻറ്റാണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ഗെസ് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.